വെൽക്കം ബാക്ക് ടു ചിന്നൂസ് Cherrypicks. നമുക്കിന്ന് മട്ടൻ്റെ ഒരു അടിപൊളി റെസിപ്പിയാണ് മട്ടൻ ചുക്ക. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെയും ബ്രെഡിൻ്റെയൊക്കെ കൂടെ അടിപൊളി സൈഡ് ഡിഷാണ്. അപ്പോൾ ഇത് നമുക്ക് വെറ്റായിട്ടും ഡ്രൈ ആയിട്ടും ഒക്കെ ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. സ്റ്റാർട്ടറായിട്ടൊക്കെ അടിപൊളിയാണ്. വെറുതെ പറക്കി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ കൊതി വരുന്ന ഒരു ഐറ്റമാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണാം. ഞാനിവിടെ 1/2 കിലോ ബോൺലെസ് മട്ടനാണ് എടുത്തിരിക്കുന്നത്. എല്ലുള്ള പീസസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചെറിയ പീസസ് ആവുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിലോട്ട് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞളും 1/4 ടീസ്പൂൺ കുരുമുളകും പിന്നെ 1 ടേബിൾ സ്പൂൺ മാത്രം വെള്ളവും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതൊരു 5 വിസിലിന് പ്രഷർ കുക്കറിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഓരോ മട്ടൻ്റെ അനുസരിച്ച് വേവ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതനുസരിച്ച് പ്രഷർ വെക്കുക. എന്നിട്ടതൊരു 5 വിസിലിന് നല്ലപോലെ വെന്ത് കിട്ടുന്നതായിരുന്നു. അപ്പോൾ നമ്മുടെ മട്ടൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് സ്റ്റോക്ക് കാണും, വെള്ളം കാണും. അപ്പോൾ അത് സാരമില്ല, നമുക്കത് പിന്നീട് യൂസ് ചെയ്യാനുള്ളതാണ്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായിട്ട് 1 ടീസ്പൂൺ കുരുമുളകും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും 1/2 ടീസ്പൂൺ ജീരകവും 2/4 ടീസ്പൂൺ മല്ലിയും 1 ഏലക്കായും 3-4 ഗ്രാമ്പൂവും ഒരു ചെറിയ കഷ്ണം പട്ടയും പിന്നെ 1 ബേ ലീവ്സ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മുറിച്ച് നമുക്കിതൊന്ന് ചെറിയ തീയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിലോട്ട് ഞാനൊരു 4-5 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ തീയിൽ വേണം ഇത് ഇങ്ങനെ നല്ല ഒരു മണം വരുന്നിട വരെ, ചെറുതായിട്ടൊന്ന് കളറൊന്ന് ഡാർക്ക് ആവുന്നിട വരെ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നല്ല മണമൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. എന്നിട്ട് നമുക്കിത് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. ഞാനിവിടെ മിക്സിയിൽ നല്ല പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല മണമുള്ളൊരു മസാലയാണ്. ഈ ഒരു മസാല മാത്രം മതി നമുക്ക് ഈ മട്ടൻ ചുക്ക ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്ക് ആ പാനിലോട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യോ എണ്ണയോ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണെങ്കിലും ഇതുണ്ടെങ്കിലാണ് ഒരു അടിപൊളി ടേസ്റ്റ്. ഇനി ഇതിലോട്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് വറുത്തെടുക്കാം. അതോടൊപ്പം 2 പച്ചമുളകും 1 കപ്പ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതൊന്നിട്ട് ഉപ്പും ചേർത്തൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെറിയ തീയിലാണ് ഇത് മൊത്തം ചെയ്യുന്നത്. അപ്പോൾ നല്ല വാടി വരുന്നിട വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ കൊച്ചുള്ളിയൊക്കെ നല്ല വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്താലും മതി, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇനി അതിൻ്റെ ഒരു പച്ച മണം ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ചുക്ക മസാല ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ചേർത്ത് ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കിയതിന് ശേഷം പൊടി കരിയാതിരിക്കാനായിട്ട് നമുക്കിതിലോട്ട് നമ്മുടെ മട്ടൻ വേവിച്ച ആ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ ചെറിയ തീയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കഴിയുമ്പോൾ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും. ആ ഒരു പരുവം വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. ആ സമയത്ത് നമുക്ക് ബാക്കിയിരിക്കുന്ന മട്ടനും സ്റ്റോക്കും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരും. അപ്പോൾ ഇതിന് മുന്നേ മട്ടൻ ഡ്രിപ്സിൻ്റെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊരു അടിപൊളി റെസിപ്പിയാണ്. കുറച്ച് പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ലതെന്ന് പറഞ്ഞൊരു റെസിപ്പിയായിരുന്നു. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മട്ടൻ ഡ്രിപ്സിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, എൻ്റെ ലിങ്ക്. അപ്പോൾ നമ്മളിതിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളിത് തുറന്ന് വെച്ച് തന്നെ ചെറിയ തീയിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇടയ്ക്ക് ഒന്ന് മീഡിയം ഫ്ലെയിം ആക്കി ഒന്ന് വറ്റിച്ചൊക്കെ എടുക്കാം. നമ്മളിത് വേവിക്കേണ്ട ആവശ്യമില്ല അടച്ചു വെച്ച്, കാരണം ഓൾറെഡി വെന്തതാണ്. അപ്പോൾ നമ്മുടെ ഈ മസാലയൊക്കെ ഈ പീസസിലോട്ടൊന്ന് പിടിച്ച് കിട്ടി ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങിയാലും മതി. കാണാൻ നല്ല ഭംഗിയാണിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ള മണമൊക്കെ. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം. നല്ല കാര്യമായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിത് വെറ്റായിട്ട് കുറച്ച് ചാറോടുകൂടി മതിയെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം. അതല്ല സ്റ്റാർട്ടറിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഡ്രൈ ആക്കണം എന്നുണ്ടെങ്കിൽ തുറന്ന് വെച്ച് തന്നെ കുറച്ചുകൂടി ഒന്ന് വറ്റിച്ച് നല്ല കുറുക്കി എടുക്കാം. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റായിട്ടുമാണ് കിട്ടുന്നത്. ഓരോ തേങ്ങാക്കൊത്തിൻ്റെയൊക്കെ കൂടെ ഒരു പീസ് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വീണ്ടും കാണുന്നവരേക്കും ബൈ.